CPM നേതാക്കൾക്കെതിരെയുള്ള സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് MLA നോട്ടീസ് നൽകി. സ്പീക്കർ ഈ ആവശ്യം നിരാകരിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, ഇന്ന് പല വിഷയങ്ങളിൽ വടകരയിലെ കാഫിർ പോസ്റ്റ് മുതൽ പി ജയരാജനെതിരെ ഉയർന്നിരിക്കുന്ന വിഷയം മുതൽ എല്ലാ വിഷയങ്ങളും സഭയിലേക്ക് പലതരത്തിൽ എത്തിയിരുന്നു. എങ്ങനെയാണ് സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം നൽകിയ മറുപടി? ആര്യ, കഴിഞ്ഞ ദിവസം TP കേസ് പ്രതികൾക്ക് ശിക്ഷാളവ് നൽകാൻ തീരുമാനിച്ചത് സഭയിൽ ഉന്നയിച്ചതുപോലെ തന്നെ ഇന്നും ഭരണപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് പ്രതിപക്ഷം നടത്തിയത്. രണ്ട് വിഷയങ്ങളാണെന്ന് പ്രധാനമായും CPM-നെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളാണെന്ന് പ്രധാനമായും നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടത്. അതിലൊന്ന് വടകരയിലെ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായ കാഫൂർ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അത് ചോദ്യോത്തര വേളയിലാണ് മാത്യു കുഴൽനാടൻ MLA-യുടെ ചോദ്യമായി ഈ കാഫൂർ പോസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ എന്തായി എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടത്. അതിന് മന്ത്രി MB രാജേഷാണ് മറുപടി നൽകിയത് മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ. പക്ഷേ കൃത്യമായൊരു മറുപടി മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഫേസ്ബുക്കിനോട് ആ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ പോസ്റ്റിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഫേസ്ബുക്ക് നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് മന്ത്രി MB രാജേഷ് എടുത്തത്. അതിനുശേഷം സഭയിലെ ഭരണപക്ഷ അംഗങ്ങളിൽ ചിലർ മറ്റ് ചോദ്യങ്ങൾ ഉപചോദ്യങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടില്ലാത്ത യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയം മാറ്റുന്ന രീതി ഉണ്ടായി. അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ബഹളമുണ്ടായി. സ്പീക്കറുടെ ഡയസിന് സമീപത്തേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വെച്ചെത്തുന്ന നിലപാടുമുണ്ടായി. അതിനുശേഷം അടിയന്തര പ്രമേയ നോട്ടീസായി മറ്റൊരു വിഷയം CPM-നെ എതിരെ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അത് കണ്ണൂർ CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസ്. ഈ നോട്ടീസ് പക്ഷേ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് മന്ത്രി MB രാജേഷ് മറുപടി പറഞ്ഞത്. അതിന് കാരണം വ്യക്തിപരമായ ആരോപണങ്ങളോ അഭ്യൂഹങ്ങളോ സഭയിൽ ഉന്നയിക്കാൻ പാടില്ല എന്ന് സഭയുടെ ചട്ടം ഉദ്ധരിച്ചുകൊണ്ട് മന്ത്രി നിലപാടെടുത്തു. ഇതേ നിലപാട് തന്നെയാണ് സ്പീക്കർ എടുത്തത്. ഇതോടുകൂടി പ്രതിപക്ഷം വീണ്ടും ബഹളം ആരംഭിച്ചു. അതിനുശേഷം പ്രതിപക്ഷം ഇത് സഭ ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തി. തുടർന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പ്രതിപക്ഷ നേതാവ് അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് CPM-നെതിരെ ഉന്നയിച്ചത്. ഈ കണ്ണൂരിൽ CPM നേതാക്കൾ മാഫിയകളെ വളർത്തുന്നു, പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉപജാപക സംഘങ്ങളാണ് എന്ന തരത്തിലുള്ള ഗൗരവമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. അതിനുശേഷം പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ആര്യ.